ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഡംബരത്തിന്റെ അവസാന വാക്കാണ് റോൾസ് റോയ്സ്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ കാറുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും റോൾസ് റോയ്സ് തന്നെയാണ്. റോൾസ് റോയ്സ് എന്ന കാറുകളുടെ പ്രത്യേകതയും കസ്റ്റം മെയ്ഡ് കാറുകളാണ്, അല്ലെങ്കിൽ കസ്റ്റമറുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് റോൾസ് റോയ്സുകൾ കാറുകൾ നിർമ്മിച്ചു നൽകുന്നത്. അതിനാൽ തന്നെ റോൾസ് റോയ്സ് കാറുകൾക്ക് അടിസ്ഥാന വിലയുമില്ല, ഏറ്റവും കൂടിയ വിലയുമില്ല. അവരുടെ വില തീരുമാനിക്കുന്നത് അവരവരുടെ യജമാനന്മാരാണ്, അല്ലെങ്കിൽ ആ യജമാനന്റെ ഇഷ്ടങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, റോൾസ് റോയ്സ് ഉള്ള ഒരാളോട് പോയി അതിന്റെ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ വില അയാൾ ഒരിക്കലും പറയില്ല. കാരണം ടാക്സ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. എന്റെ വീഡിയോകൾ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ ഏറ്റവും വലിയ പണക്കാരനാക്കി ഞാൻ വാങ്ങുന്ന റോൾസ് റോയ്സിന്റെ യഥാർത്ഥ വില നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു പറയുന്നതായിരിക്കും. രാജമാത ശിവകാമി ദേവിയാണ് സത്യം. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? ശരി, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. റോൾസ് റോയ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫാക്റ്റുകളുണ്ട്, ഒരുപാട് മിത്തുകളുണ്ട്. മാത്രമല്ല ഇവരുടെ സവിശേഷതകൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കാറിന് ഇത്രയും വില എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. കഴിഞ്ഞ 118 വർഷങ്ങളായി റോൾസ് റോയ്സ് 120ഓളം രാജ്യങ്ങളിലായി കാർ നിർമ്മിച്ച് നൽകുന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരൊറ്റ ഫാക്ടറി മാത്രമേ ഉള്ളൂ എന്നതാണ് പ്രത്യേകത. ഇംഗ്ലണ്ടിലെ ഗുഡ്വുഡ് എന്ന സ്ഥലത്താണ് ഇവരുടെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ BMW എന്ന കമ്പനിയാണ് റോൾസ് റോയ്സ് കാറുകൾ പ്രൊഡക്ഷൻ നടത്തി വിപണിയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഇവർക്ക് മറ്റ് ഫാക്ടറികൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1921 അമേരിക്കയിൽ സ്പ്രിംഗ്ഫീൽഡിൽ റോൾസ് റോയ്സ് കമ്പനി ഒരു ഫാക്ടറി നിർമ്മിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ആ ഫാക്ടറിയിൽ നിന്നും പുറത്തു വരുന്ന കാറുകളാകട്ടെ അമേരിക്കക്കാർ വേണ്ടത്ര സ്വീകരിച്ചില്ല. മാത്രമല്ല അവർക്കൊരു ചിന്താഗതി ഉണ്ടായിരുന്നു, ഇത് ബ്രിട്ടീഷ് മണ്ണിൽ നിന്ന് വരുന്നതാണ്, ബ്രിട്ടീഷ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ്, കണ്ട ബ്രിട്ടീഷുകാരുണ്ടാക്കിയതൊന്നും എൻ്റെ അമേരിക്കയിൽ ചിലവാക്കണ്ട എന്ന് കരുതി അമേരിക്കക്കാർ ആരും തന്നെ ആ കാർ വാങ്ങാതാവുകയും അങ്ങനെ അധികം വൈകാതെ തന്നെ ആ ഫാക്ടറി അടച്ചു പൂട്ടുകയും ചെയ്യുന്നു. അതോടെ റോൾസ് റോയ്സ് കമ്പനി ഒരു കാര്യം തീരുമാനിക്കുന്നു, ഇനി മറ്റൊരിടത്തും തങ്ങൾക്ക് ഫാക്ടറി വേണ്ട, ഇവിടെ മാത്രം മതി. നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നതിൽ നിന്നും ചില ഭാഗങ്ങൾ മാത്രം അടിച്ചു മാറ്റി അതിന് വേണ്ടാത്ത രീതിയിൽ ഊതി വീർപ്പിച്ച് പൊതുസമൂഹത്തിൽ എത്തിച്ച് ആനന്ദം കണ്ടെത്തുന്ന ചില സോഷ്യോപാത്തുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പല യൂട്യൂബർമാരും രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഫാൻ ഫൈറ്റ് നടത്തുന്ന കുറച്ച് ഓളികളുമാണ് ഇത്തരത്തിൽ പ്രമുഖർ. സോഷ്യൽ മീഡിയ ഇത്രയും പുരോഗമിച്ച കാലത്ത്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്നുള്ളത് വിരൽ തുമ്പിൽ കിട്ടുന്ന ഈ കാലഘട്ടത്തിലാണ് ഇത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. എന്നാൽ അന്നത്തെ കാലത്തെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അന്നത്തെ കാലത്തും റോൾസ് റോയ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ കാറിനെ കുറിച്ച് വേണ്ടാത്ത കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞു നടന്നിരുന്നു. തലമുറകളോളം നമ്മളും അതൊക്കെ കേട്ട് വിശ്വസിച്ചിരുന്നു. മാത്രമല്ല ഇന്നും അതിൽ ചിലതൊക്കെ നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാറില്ലേ എന്നൊരു സംശയമുണ്ട്. ഉദാഹരണത്തിന് ഞാൻ കുറച്ച് മിത്തുകൾ പറയാം. ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു റോൾസ് റോയ്സ് കാർ സ്വന്തമാക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഒരു രാജകുടുംബത്തിലെ അംഗമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ 3 തലമുറ പണക്കാരായിരുന്നു എന്നതിന് പ്രൂഫ് നൽകണം. ഇനി രണ്ടാമത്തെ കാര്യം എടുത്താലോ, റോൾസ് റോയ്സ് കാറുകൾ സെക്കൻഡ് ഹാൻഡിന് വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ ഒരു റോൾസ് റോയ്സ് കാർ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ആർക്കും കൊടുക്കാൻ പാടില്ല. ഇനി അങ്ങനെ കൊടുത്തു എന്ന് കമ്പനി അറിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി നേരിട്ട് വന്ന് ആ കാറിനെ എടുത്തുകൊണ്ട് പോകും, നിങ്ങൾക്ക് ഫൈനും ഈടാക്കും. ഇനി മൂന്നാമത്തെ കാര്യം എടുത്താലോ, റോൾസ് റോയ്സ് കാർ വാങ്ങാൻ പോകുന്ന നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും നിങ്ങളുടെ ഇൻകം സോഴ്സും എല്ലാം കാണിക്കണം. നിങ്ങളുടെ വരുമാനത്തിൽ ഇടിവ് സംഭവിക്കുന്നു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ വന്ന് നിങ്ങൾക്ക് നൽകിയ കാറിനെ തിരികെ എടുത്തുകൊണ്ട് പോകും. ഇതുമാത്രമല്ല, അച്ഛനാണ് കാർ ഓർഡർ ചെയ്യുന്നതെങ്കിൽ മകന് മാത്രമേ കമ്പനി കാർ ഡെലിവർ ചെയ്യുള്ളൂ എന്നൊരു കാര്യം. അതായത് അച്ഛൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലാണോ മകന് എന്നുള്ളത് നോക്കി മാത്രമേ അവർ കാർ നൽകുന്നു എന്ന്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. മുകളിൽ ലിങ്കിൽ കയറി നോക്കുക, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. റോൾസ് റോയ്സ് കാറുകളുടെ ഡാഷ്ബോർഡിൽ തടികൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം. എന്നാൽ ഒരു റോൾസ് റോയ്സ് കാറിന് ഒരു മരത്തിൻ്റെ തടി മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? കാരണം മറ്റ് തടികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ്ങിൽ അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചയിൽ വ്യത്യാസമുണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ് ഒരു മരത്തിൻ്റെ തടി മാത്രമായി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റോൾസ് റോയ്സ് കാറുകളിൽ ഉപയോഗിക്കുന്ന ലെതർ ഒറിജിനൽ ലെതറാണ്. ഇതവർ എടുക്കുന്നതാകട്ടെ മാടുകളിൽ നിന്നാണ്. മാടുകളെന്ന് പറയുമ്പോൾ അതിനകത്ത് പശു വരുന്നില്ല, കാളയുടെ തോൽ മാത്രമാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. അതെന്തിനാണ് കാളയുടെ തോൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളയുടെ തോൽ ഒരിക്കലും ചുരുങ്ങിപ്പോകില്ല എന്നാണ് ഇവരുടെ വാദം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, റോൾസ് റോയ്സ് എന്നത് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം നിർമ്മിച്ച് നൽകുന്ന കസ്റ്റം കാറുകളാണ്. ഇതിനൊരു ഉദാഹരണം പറയാം. ഒരിക്കലൊരു കസ്റ്റമർ റോൾസ് റോയ്സ് കമ്പനിയോട് പറയുന്നു, തൻ്റെ ഹെഡ്ലൈനറിൽ അല്ലെങ്കിൽ തൻ്റെ ഡാഷ്ബോർഡിൽ താൻ ജനിച്ച ദിവസം എന്തായിരുന്നു നക്ഷത്രം, ആ നക്ഷത്ര സമൂഹത്തെ എനിക്ക് കിട്ടണമെന്ന്.
ഉടൻ തന്നെ കമ്പനി ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അവർ റിസർച്ച് ആരംഭിക്കുന്നു. ഇദ്ദേഹം ജനിച്ച സ്ഥലം, ഇദ്ദേഹം ജനിച്ച ദിവസം, ആ ദിവസത്തിൽ ആകാശത്തിലുണ്ടായിരുന്ന നക്ഷത്ര സമൂഹം എന്നിങ്ങനെയുള്ള ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഡാഷ്ബോർഡിൽ അവർ വെച്ച് നൽകുന്നു. ഇത് പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള പ്രോസസ്സ് ആയിരുന്നില്ല ഈ ഡാറ്റ കളക്ട് ചെയ്ത്. മാത്രമല്ല ലൈറ്റുകളെ നിർമ്മിക്കാനായി അവർ ഏകദേശം 1500ഓളം സുഷിരങ്ങൾ ഉണ്ടാക്കി അതിലൂടെ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ കടത്തി അതും കൈകൊണ്ട് തന്നെ കസ്റ്റമായി നിർമ്മിച്ച് നൽകുകയായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഒരു റോൾസ് റോയ്സ് കാർ സ്വന്തമാക്കാൻ വർഷങ്ങളും മാസങ്ങളും ഒക്കെ എടുക്കും എന്ന് പറയുന്നത്. ഇനി വേറൊരു കഥ പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു കസ്റ്റമർ റോൾസ് റോയ്സ് കമ്പനിയോട് പറയുന്നു തൻ്റെ കാറിൻ്റെ ഫിനിഷ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഡയമണ്ട് ഫിനിഷ് വേണം. അപ്പോൾ അതിനായി തന്നെ ഇദ്ദേഹം ഒരു കാര്യം പറയുന്നു. ഇദ്ദേഹം പെയിൻറ് ചെയ്ത് പുറത്തു വരുമ്പോൾ ആ പെയിൻറ്റിൻ്റെ ഒപ്പം തന്നെ ഡയമണ്ട് ഫിനിഷും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന്. അതിനായി തന്നെ ഇദ്ദേഹം ഏകദേശം ഒരു 1000 ഡയമണ്ട് എടുത്ത് കമ്പനിക്ക് കൊടുത്തിട്ട് പറയുന്നു ഈ ഡയമണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിലൊന്ന് കാർ നിർമ്മിച്ച് തരാൻ. ഉടൻ തന്നെ റോൾസ് റോയ്സ് കമ്പനി ആ ഡയമണ്ടുകൾ സ്വീകരിച്ച് അതിനെ പൊടിച്ച് തരിയാക്കി അവർ പെയിൻറ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു ഡയമണ്ടും കൂടെ ചേർത്ത് ഒടുവിൽ ഡയമണ്ട് ഫിനിഷുള്ള ഒരു കാർ തന്നെ ഇദ്ദേഹത്തിന് നിർമ്മിച്ച് നൽകി. ഇതുപോലെ തന്നെ മറ്റൊരു വിചിത്രമായ സംഭവമായിരുന്നു ഇതിലെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അതായത് ഒരു കസ്റ്റമറിൻ്റെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തിന് പൂമ്പാറ്റയുടെ ഡിസൈനുള്ള ഒരു സ്റ്റിച്ചായിരുന്നു വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡാഷ്ബോർഡിൽ വേണ്ടിയിരുന്നത്. ഏകദേശം 10 ലക്ഷം തയ്യലുകളായിരുന്നു ഈ ഒരു കാറിന് വേണ്ടി വന്നിരുന്നത്. അവരുടെ ഏറ്റവും കൂടിയ തയ്യലുകളും ഇത് തന്നെയായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു റോൾസ് റോയ്സ് കാറിന് അടിസ്ഥാന വിലയില്ല. കസ്റ്റമറുടെ കൗതുകങ്ങൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് വില മാറിക്കൊണ്ടേയിരിക്കും. ഇനി ഈ കാറുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഒരിക്കൽ ഒരു പേരിൽ ഒരു കാർ ഇറക്കിയാൽ അതേ പേരിൽ മറ്റൊരു കാർ ഇവർ ഇറക്കില്ല എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ തായ്വാനിൽ നിന്നുള്ള ഒരു പെൺകുട്ടി അവരുടെ ആവശ്യം അറിയിച്ചപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം അവർക്കൊരു കാർ നിർമ്മിച്ച് നൽകുകയും ആ കാറിന് ബ്ലൂ മാക്പൈ എന്ന പേര് നൽകുകയും ചെയ്യുന്നു. തായ്വാനിൽ മാത്രം കണ്ടുവരുന്ന ഒരുതരം പക്ഷിയായിരുന്നു മാക്പൈ. ആ പേര് തന്നെയായിരുന്നു ഈ ഒരു കാറിന് നൽകിയത്. പക്ഷേ രണ്ടാമതൊരു മാക്പൈ കാർ ഇന്നേ വരെ റോൾസ് റോയ്സ് നിർമ്മിച്ചിട്ടില്ല. ഇനി പെയിന്റിങ്ങിന്റെ കാര്യം എടുത്തിരുന്നാലോ നമുക്കറിയാം നമ്മുടെ കാറിന്റെ ശരിക്കുള്ള പെയിന്റിന്റെ കളർ എന്താണെന്ന്. കാഴ്ചയിൽ ബ്ലാക്ക് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ RC ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ എക്സാക്ട് കളർ എന്താണ് എന്നുള്ളത്. ഒരു പക്ഷേ ഷോറൂമിൽ ചെല്ലുന്ന സമയത്ത് ഒരു ഷെയ്ഡിന്റെ പേര് അദ്ദേഹം പറയും, അല്ലെങ്കിൽ സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഒരേ കളറിൽ തന്നെയുള്ള പല ഷെയ്ഡുകളും പറയും. ഇത്തരത്തിൽ 44,000-ൽ പരം ഷെയ്ഡുകളാണ് റോൾസ് റോയ്സ് എന്ന് പറയുന്ന കമ്പനിക്ക് തന്നെയുള്ളത്. അതായത് കമ്പനി പറയുന്നത് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഒരു കാഴ്ച, നിങ്ങളുടെ വളർത്തു നായയുടെ തന്നെ കഴുത്തിലെ മുടിയുടെ നിറം, അല്ലെങ്കിൽ പുറമേ കാണുന്ന ഏതെങ്കിലും ഒരു ഇലയുടെ നിറം, അങ്ങനെ എന്ത് നിറത്തിൽ വേണമെങ്കിലും കമ്പനി നിങ്ങൾക്ക് കാർ നിർമ്മിച്ച് നൽകും. നിങ്ങൾ ആ കളർ മാത്രം പറഞ്ഞാൽ മതി. അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവർ ആ കളറിനെ നിർമ്മിച്ചിട്ട് തന്നെയായിരിക്കും കാർ നിർമ്മിക്കുക. ഇത് മാത്രമല്ല, നിങ്ങളാണ് ആ ഒരു കളർ സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കളർ പിന്നെ നിങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അതായത് രണ്ടാമതൊരു വ്യക്തിക്ക് ആ കളർ കണ്ടിഷ്ടപ്പെട്ട് അതേ കളറിൽ തന്നെ ഒരു കാർ വേണമെന്ന് പറഞ്ഞാൽ ആദ്യം അവർ നിങ്ങളുടെ അനുവാദം ചോദിക്കും. നിങ്ങളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ വ്യക്തിക്ക് ആ കളർ അവർ അനുവദിച്ച് നൽകുകയുള്ളൂ. പെയിന്റിംഗ് എന്ന് പറയുന്ന വാക്ക് പോലും കമ്പനി ഉപയോഗിക്കാറില്ല. സർഫസ് ഫിനിഷിംഗ് എന്നൊരു വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ബേസ് കോട്ട്, അതായത് പ്രൈമർ എന്ന് പറയുന്ന സാധനം തന്നെ 7 കോട്ട് വരെയാണ് ഇവർ അടിക്കുന്നത്. 7 കോട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം അതിൻ്റെ പുറത്താണ് ബേസ് കോട്ട് അടിക്കുന്നതും ഏറ്റവും ലാസ്റ്റ് നമുക്ക് വേണ്ട കളർ വരെ അടിക്കുന്നതും. 7 ലെയർ മാത്രമേ അടിക്കൂ എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഒരു കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം 23 ലെയർ കോട്ടായിരുന്നു ഒരു കാറിന് വേണ്ടി ഇവർ അടിച്ച് നൽകിയിരുന്നത്. ഏകദേശം 45 കിലോഗ്രാം ഭാരം പെയിന്റ് മാത്രം തന്നെ ആ കാറിലുണ്ടായിരുന്നു. ഇനി നമ്മൾ കുറച്ചു പേർക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ് റോൾസ് റോയ്സിന് വേണ്ടി കോച്ച് ലൈനർ അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ലൈൻ വരയ്ക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണെന്ന്. ഇദ്ദേഹത്തിന്റെ പേരാണ് മാർക്ക് കോർട്ട്. ഇദ്ദേഹം ഉപയോഗിക്കുന്ന ഈ ഒരു ബ്രഷിന് പോലും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നോർമൽ ബ്രഷ് അല്ല ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് മാത്രമാണ് ആ ഒരു കോച്ച് ലൈൻ വരയ്ക്കാനുള്ള അവകാശം കമ്പനി നൽകിയിട്ടുള്ളത്. ഇദ്ദേഹം ഉപയോഗിക്കുന്ന ബ്രഷ് നിർമ്മിച്ചതാകട്ടെ നമ്മുടെ സ്ക്വിരൽ അല്ലെങ്കിൽ നമ്മുടെ അണ്ണാൻ കുഞ്ഞെന്ന് പറയുന്നില്ലേ, അതിൻ്റെ മുടികൾ കൊണ്ടാണ് ഈ ബ്രഷ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ സപ്പോസ് ദുബായിൽ ഇറക്കുമതി ചെയ്ത ഒരു കാർ, ആ ഒരു കാർ വാങ്ങിക്കൊണ്ടുപോയതിന് ശേഷമാണ് അതിൻ്റെ കസ്റ്റമറിന് തോന്നുന്നത് ഇതിൽ കുറച്ച് ഡിസൈൻ ലൈൻസ് വരയ്ക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ കമ്പനി അറിയിച്ചു കഴിഞ്ഞാൽ കാറിനെ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ അവരൊരിക്കലും പറയില്ല. കാരണം ഒരിക്കൽ റോൾസ് റോയ്സ് തറവാട് വിട്ടുപോയ കാർ പിന്നീട് അങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മാർക്കോട്ട് തൻ്റെ ടൂൾസുമായിട്ട് പെയിന്റുമായിട്ട് ദുബായിൽ ചെന്ന് അവിടെ ചെന്ന് ആ കാറിന് പെയിന്റ് അടിച്ചു കൊടുക്കേണ്ടി വരും. റോൾസ് റോയ്സ് കാറുകൾ അന്നും ഇന്നും ഉപയോഗിക്കുന്നത് കൈകൊണ്ട് നിർമ്മിക്കുന്ന പാൻതിയോൺ ഗ്രില്ലുകളാണ്.
മാത്രമല്ല ഇവരുടെ കറങ്ങാത്ത RR എന്നുള്ള ലോഗോ പോലും നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. റോൾസ് റോയ്സ് കാറുകളുടെ എംബ്ലം അല്ലെങ്കിൽ ആ ഒരു സിമ്പൽ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്ന് പറയുന്നത് നമ്മളിൽ ഒരുപാട് പേർ കണ്ടിട്ടുള്ളതാണ്, കൗതുകത്തോടെ നോക്കിയിട്ടുള്ളതുമാണ്. ഈ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്ന് പറയുന്ന ഈ ഒരു ശില്പം പോലും അവർ കൈകൊണ്ട് നിർമ്മിക്കുന്നതാണ്, മെഷീൻ കട്ടല്ല. സപ്പോസ് ഈ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്ന് പറയുന്ന ഒരു എംബ്ലം അല്ലെങ്കിൽ ആ ഒരു സിമ്പലിനെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. ഇത് നിർമ്മിച്ച് നൽകാൻ അല്ലെങ്കിൽ അത് വീണ്ടും നിർമ്മിച്ച് നൽകാൻ ഇവർക്ക് ചിലവാകുന്നത് 15,000 മുതൽ 20,000 വരെയാണ്. സോ ആ ഒരു പ്രവൃത്തി വരാതിരിക്കാൻ വേണ്ടി, ആരും മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കാണുന്ന ഒരു സിസ്റ്റം തന്നെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്നത് BMW ആദ്യം സ്വന്തമല്ലായിരുന്നു. 2003 ഏകദേശം $65 മില്യൺ വോക്സ്വാഗന് നൽകി അവരിൽ നിന്നുമായിരുന്നു ഇത് സ്വന്തമാക്കിയിരുന്നത്. ഈ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസിക്ക് തന്നെ ഇനിയൊരു കഥ പറയാനുണ്ട്. റോൾസ് റോയ്സിന്റെ ആദ്യ നാളുകളിൽ ഇവർക്ക് ഇങ്ങനൊരു സിമ്പലോ മാസ്കോട്ടോ ഒന്നുമില്ലായിരുന്നു. ഇത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ അന്നത്തെ കാലത്തെ പ്രമുഖന്മാർ ഈ റോൾസ് റോയ്സ് കാർ വാങ്ങിക്കൊണ്ട് പോയതിനു ശേഷം അവരുടെ ഇഷ്ടപ്പെട്ട സിമ്പലുകൾ കൊടികളായിട്ടും പ്രതിമയായിട്ടും ഒക്കെ ഇതിന്റെ മുന്നിൽ വയ്ക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ ഒരാൾ വന്ന് ആവശ്യപ്പെടുമ്പോഴാണ് ഇവർ പോലും ഇവരുടെ കാര്യം തിരിച്ചറിയുന്നത്. ഇത്തരത്തിൽ ജോൺ എന്നൊരു വ്യവസായി തന്റെ റോൾസ് റോയ്സ് കാറിന്റെ മുന്നിൽ വയ്ക്കാനായി ഒരു ശില്പം നിർമ്മിച്ചു നൽകാൻ അന്നത്തെ ഒരു ശില്പിയായിരുന്ന റോബിൻസൺ സൈക്സിനോട് ആവശ്യപ്പെടുന്നു. ജോൺ എന്നത് വ്യാപാരി മാത്രമല്ല രാജകുടുംബത്തിൽപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന തോർട്ടനുമായിട്ട് ഇദ്ദേഹത്തിന് ഒരു ചെറിയ അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ തോർട്ടൻ സാധാരണക്കാരി ആയതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തല വെട്ടിക്കളയുമെന്ന് ഉറപ്പായിരുന്നു. അതിനാൽ തന്നെ ഇവരുടെ പ്രണയം വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. ഒരു രാഷ്ട്രീയക്കാരനായ ജോണിന് എന്ത് ശില്പം നിർമ്മിച്ചു നൽകും എന്ന കൺഫ്യൂഷനിൽ ഇരിക്കെയാണ് ജോൺ തന്നെ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത്. തനിക്ക് തോർട്ടനെ എന്നും കണ്ടുകൊണ്ടിരിക്കണം, താൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും തോർട്ടൻ തൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. അതിനായി തന്നെ തോർട്ടനെ ഒരു ശില്പമായി നിർമ്മിച്ച് നൽകാൻ സൈക്സിനോട് ആവശ്യപ്പെടുന്നു. ഇത്തരത്തിലൊരു പ്രതിമ അദ്ദേഹം നിർമ്മിച്ച് നൽകുകയും ചെയ്തു. അതായത് ഇവരുടെ ഡ്രസ്സ് പറന്നു പോകുന്നു, ഇവർ ഒരു കൈ കൊണ്ട് അതിനെ പിടിക്കുന്നു, മറു കൈ കൊണ്ട് ഇങ്ങനെ ചുണ്ടിന് മേൽ വയ്ക്കുന്നു. അതായത് ഈ ബന്ധം ആരോടും പറയരുത് എന്ന് കരുതി അല്ലെങ്കിൽ ആ ഒരു അർത്ഥം വരുന്ന ഒരു പ്രതിമ നിർമ്മിച്ച് നൽകുന്നു. അത് ഇദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാകുന്നു. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ റോൾസ് റോയ്സ് കാറിൽ സ്വന്തമാക്കുന്നു. ഈ സമയത്തായിരുന്നു റോൾസ് റോയ്സ് കമ്പനി ആലോചിക്കുന്നത് തങ്ങൾക്ക് ഇതുപോലൊരു മാസ്കോട്ട് അല്ലെങ്കിൽ ഒരു സിമ്പൽ ഇല്ലല്ലോ എന്ന്. ഈ സൈക്സിനെ തന്നെ ഈ ഒരു കാര്യം ഏൽപ്പിക്കുകയും സൈക്സിനോട് ഇത്തരത്തിലൊരു ശില്പം നിർമ്മിച്ചു നൽകാനും ആവശ്യപ്പെടുന്നു. സൈക്സ് ഒരുപാട് ആലോചിച്ച ശേഷം ഇവർക്ക് വേണ്ടിയിട്ടും ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇത്തരത്തിൽ യാത്ര ആസ്വദിക്കുന്ന ഒരു യുവതി, അവളുടെ ഡ്രസ്സിനെ അവൾ ഒരു കാലുകൊണ്ട് മുന്നോട്ട് ചവിട്ടിപ്പിടിച്ച് നിർത്തിയിരിക്കുന്നു. ഇവളുടെ ഡ്രസ്സിൻ്റെ ബാക്കി ഭാഗം പിന്നിലേക്ക് പറക്കുന്നു. അതിനെ ഇവൾ പിടിച്ചു നിർത്തുന്നു. കാഴ്ചയിൽ ഒരു ചിറകുമായി ഒരു മാലാഖ പറന്നു പോകുന്നത് പോലെ ഈ ഒരു എംബ്ലം അവർക്ക് ഒരുപാട് ഇഷ്ടമാവുകയും അതിനെ ഇവരുടെ ഒഫീഷ്യൽ ലോഗോ അല്ലെങ്കിൽ ഒഫീഷ്യൽ എംബ്ലമായി തന്നെ ഫിക്സ് ചെയ്യുകയും ചെയ്തു. അന്ന് ഈ ഒരു ശില്പത്തിന് നൽകിയിരുന്ന പേര് സ്പിരിറ്റ് ഓഫ് സ്പീഡ് എന്നായിരുന്നു. എന്നാൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ ലോഗോ അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ പേര് സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്നായിരുന്നു. മാത്രമല്ല ഇതിനൊരു ഡെഫിനിഷനും കൊടുത്തിരുന്നു. അതായത് സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്നാൽ പരമാനന്ദത്തിന്റെ ദേവത. ഈ പരമാനന്ദത്തിന്റെ ദേവത ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ തിരഞ്ഞെടുക്കുന്ന വാഹനമായിരിക്കും റോൾസ് റോയ്സ്. ഇതിലും വലിയ പ്രൊമോഷൻ സ്വപ്നങ്ങളിൽ മാത്രം. നമുക്ക് തന്നെ അറിവുള്ള കാര്യമാണ്, നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ മാരുതി സുസുക്കി ഒരു വർഷം നിർമ്മിച്ചു നൽകുന്ന കാർ എന്ന് പറയുന്നത് ഏകദേശം 22 ലക്ഷമാണ്. എന്നാൽ 2021 എന്ന വർഷം റോൾസ് റോയ്സുകാരെ സംബന്ധിച്ച് വലിയൊരു വർഷമാണ്. കാരണം ഈ ഒരു വർഷം അവർ വിറ്റത് 5586 കാറുകളായിരുന്നു. കഴിഞ്ഞ 117 വർഷങ്ങളായി റോൾസ് റോയ്സ് കാറുകൾ നിർമ്മിച്ചു നൽകിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ ഒരു സമയത്തും, അതായത് 100 വർഷത്തിനിപ്പുറവും അവർ നിർമ്മിച്ച കാറുകളിൽ 60 മുതൽ 70% വരെ ഇന്നും ഓടുന്നു എന്നതാണ്. മാത്രമല്ല ഇത്രയും പഴക്കമുള്ള ഈ കാറുകളെ ഇന്നും നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ കോടികൾ തന്നെ നൽകേണ്ടി വരും. ഇതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഇവരുടെ മേക്കിങ്ങും ഇവരുടെ എഞ്ചിനീയറിങ്ങും ക്വാളിറ്റിയും തന്നെയാണ്. നോ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി എന്നത് തന്നെയായിരുന്നു അവരുടെ പ്രധാന അജണ്ട. ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷ് രാജകുടുംബം പോലും അവരുടെ പ്രധാനപ്പെട്ട കാറുകളിൽ ഒന്നായി റോൾസ് റോയ്സ് എന്ന ബ്രാൻഡിനെ തിരഞ്ഞെടുത്തത്. ഇവരെ കൊണ്ട് നിർബന്ധിച്ച് ഫാൻറ്റം 4 സീരീസിൽ കാറുകൾ ഉണ്ടാക്കിച്ചു. മാത്രമല്ല ഫാൻറ്റം 4 സീരീസിൽപ്പെട്ട കാറുകൾ മറ്റാർക്കും നിർമ്മിച്ച് നൽകരുത് എന്ന നിയമവും അവരുണ്ടാക്കി. റോൾസ് റോയ്സ് കാറുകളുടെ ഏറ്റവും വലിയൊരു സവിശേഷതയായി എല്ലാവരും പറയുന്നതാണ് ഇതിന്റെ കംഫർട്ട് അല്ലെങ്കിൽ ഇതിന്റെ സൈലന്റ് മോഡ് എന്ന് പറയുന്നത്. അതായത് സൈലന്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ പുറമേ നടക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. മാത്രമല്ല ഇതിൻ്റെ ടയറിൻ്റെ ശബ്ദം പോലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല എന്നതാണ്. ഏകദേശം 135 കിലോ വരുന്ന അക്കോസ്റ്റിക് ഫോമുകളാണ് ഈ കാറിന് ചുറ്റുമായി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ടയറുകൾ നിർമ്മിച്ച് നൽകുന്ന കോണ്ടിനെൻ്റൽ എന്ന കമ്പനി പോലും അവരുടെ ടയറിനുള്ളിൽ ഫോം ബേസ്ഡ് ടയറുകളാണ് അവർ നിർമ്മിച്ച് നൽകുന്നത്. ഈ ഒരു ടയറിൻ്റെ പ്രത്യേകത എന്തെന്നാൽ 9 ഡെസിബിൾ വരെ വരുന്ന സൗണ്ട് ഇത് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിരുന്നു റോൾസ് റോയ്സ്
റോയ്സ് കാറുകൾ ഒരൊറ്റ കാര്യത്തിനാണ് പ്രശസ്തം, അല്ലെങ്കിൽ റോൾസ് റോയ്സ് കാറുകളുടെ വിലയുടെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ: ലക്ഷറി, ആഡംബരം. രാജ ആൾവാർ സിംഗ് ഇത്തരത്തിൽ റോൾസ് റോയ്സ് സ്വന്തമാക്കാൻ പോയെന്നും അദ്ദേഹത്തിന് ഇൻസൾട്ട് നേരിടേണ്ടി വന്നു, പിന്നെ അദ്ദേഹം വാങ്ങിയ റോൾസ് റോയ്സ് ചൂല് കെട്ടി അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കാൻ ഉപയോഗിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് സത്യമാണോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നാൽ ഒരു സലൂൺ ഷോപ്പ് നടത്തി അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ഒരു റോൾസ് റോയ്സ് കാർ സ്വന്തമാക്കിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂരുകാരനായ, മുംബൈ ബേസ്ഡായ രമേഷ് ബാബു. BMW, ഔഡി, മെയ്ബാക്ക് തുടങ്ങി 75-ലേറെ ആഡംബര കാറുകൾ സ്വന്തമായിട്ടുള്ള ഈ ഒരു വ്യക്തിക്ക് ഒരു റോൾസ് റോയ്സ് കാറുമുണ്ട് എന്നതാണ് സത്യം. ഒരു കാലഘട്ടം വരെ ഏറ്റവും കൂടുതൽ റോൾസ് റോയ്സ് കാറുകൾ സ്വന്തമായി ഉണ്ടായിരുന്നതും മറ്റൊരു ഇന്ത്യക്കാരനായിരുന്നു: ഓഷോ. 93 റോൾസ് റോയ്സ് കാറുകളായിരുന്നു ഓഷോയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ റോൾസ് റോയ്സ് കാറുകൾ സ്വന്തമായിട്ടുള്ളത് ബ്രൂണയിലെ സുൽത്താൻ ഹസൻ അൽ ബോൽക്കിയ എന്ന വ്യക്തിക്കാണ്. ഏകദേശം 500-ൽ പരം റോൾസ് റോയ്സ് കാറുകളാണ് ഇദ്ദേഹത്തിന് സ്വന്തമായുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അംബാനി, ആമിർ ഖാൻ, പ്രിയങ്ക ചോപ്ര, സഞ്ജയ് ദത്ത്, മാത്രമല്ല നമ്മുടെ സംവിധായകൻ ശങ്കർ, മഹേഷ് ബാബു, വിജയ് തുടങ്ങിയ ആളുകൾക്കെല്ലാം റോൾസ് റോയ്സ് കാറുകൾ സ്വന്തമായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ തന്നെ ഒരു സെലിബ്രിറ്റി റോൾസ് റോയ്സ് കാർ സ്വന്തമാക്കാൻ പോയപ്പോൾ സ്റ്റാറ്റസിനെ നശിപ്പിക്കും എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. അതാണ് മല്ലിക ഷെറാവത്ത്. കമ്പനി പറയുന്നത്, കണ്ണിൽ കാണുന്നവർക്കെല്ലാം റോൾസ് റോയ്സ് ഞങ്ങൾ കൊടുക്കാറില്ല, അവരുടെ സ്റ്റാറ്റസ് നോക്കി, അവരുടെ പബ്ലിക് ഇമേജ് നോക്കി, തങ്ങളുടെ കൂടെ ഇമേജ് നോക്കി മാത്രമേ കാറുകൾ നൽകുള്ളൂ എന്ന്. അതൊരൊറ്റ കാര്യം പറഞ്ഞാണ് മല്ലിക ഷെറാവത്തിന് ആ ഒരു കാർ അവർ നിരസിക്കുന്നതും. സോ റോൾസ് റോയ്സിനെ പറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് അമർത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.